നമസ്തേ ബച്ചോം, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യ പാഠമായ ചട്പട്ട് ഓർ നട്കട്ട് രമേശ് ഉപാധ്യായ് എഴുതിയ കഹാനിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ 1 മാർക്കിൻ്റെ ഒരു 40 ക്വസ്റ്റ്യൻസും 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 10 ക്വസ്റ്റ്യൻസും, ടോട്ടൽ 50 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചട്പട്ട് ഓർ നട്കട്ട് മേ ബഡാ കോൺ ഥാ? ചട്പട്ട് ഓർ നട്കട്ട്, ഇവരിൽ വലിയ ആൾ, മൂത്ത ആൾ ആരായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഉത്തർ ചട്പട്ട് ബഡാ ഥാ, ചട്പട്ടാണ് വലുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നട്കട്ട് കിസ് കക്ഷാമേ പഠിത്താ ഥാ? നട്കട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഉത്തർ നട്കട്ട് തീസരി കക്ഷാമേ പഠിത്താ ഥാ. നട്കട്ട് എത്രയിലാണ്? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ചട്പട്ട് കിസ് കക്ഷാമേ പഠിത്താ ഥാ? ചട്പട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഉത്തർ ചട്പട്ട് 5വീം കക്ഷാമേ പഠിത്താ ഥാ. ചട്പട്ട് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ചട്പട്ട് ഓർ നട്കട്ട് കിസ് ഗാവ് മേ രഹ്തേ ഥേ? ചട്പട്ടും നട്കട്ടും ഏത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത്? ഉത്തർ വേ ഏക് ഗാവ് മേ രഹ്തേ ഥേ. അവരൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്കാ സ്കൂൾ കഹാ താ? അവരുടെ സ്കൂൾ എവിടെയായിരുന്നു? ഉത്തർ ഉസ്കാ സ്കൂൾ ദൂസരേ ഗാവ് മേ ഥാ. അവരുടെ സ്കൂൾ എവിടെയായിരുന്നു? മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ ജാനെ കെ ലിയെ വേ കൈസേ ജാത്തേ ഥേ? സ്കൂളിൽ പോകാൻ വേണ്ടി അവരെങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്? ഉത്തർ വേ പൈദൽ ജാത്തേ ഥേ. അവരെങ്ങനെയാണ്? കാൽനടയായിട്ട് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, രാസ്തേ മേ ഉനെ കോൺ കോൺ സി ചീസേ മിൽത്തി ഥി? അവരെ വഴിയിൽ അവരെന്തൊക്കെ വസ്തുക്കളെ കണ്ടുമുട്ടിയിരുന്നു? ഉത്തർ ഉനെ പോക്കർ, ബർഗദ്, ഗേത്ത്, ബാഗ്, നാല ഓർ നദി മിൽത്തേ ഥേ. അവരെന്തൊക്കെയാണ് കണ്ടിരുന്നത്? കുളം, വടവൃക്ഷം, വയല്, പൂന്തോട്ടം, തോട്, നദി. 8ാമത്തെ ക്വസ്റ്റ്യൻ, ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ യാ ധീരെ ധീരെ? ചട്പട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണോ നടന്നിരുന്നത്, സ്ലോ ആയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തർ ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ. ചട്പട്ട് എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടന്നിരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, നട്കട്ട് കൈസേ ചൽത്താ ഥാ? നട്കട്ട് എങ്ങനെയാണ് നടന്നിരുന്നത്? ഉത്തർ നട്കട്ട് ധീരെ ധീരെ ചൽത്താ ഥാ. നട്കട്ട് വളരെ സ്ലോ ആയിട്ടാണ് നടന്നിരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ചട്പട്ട് ബർഗദ് തക് പഹുഞ്ചുതാ തബ് തക് നട്കട്ട് കഹാ തക് പഹുഞ്ചുതാ? ചട്പട്ട് വടവൃക്ഷത്തിൻ്റെ ആലിൻ്റെ അടുത്തെത്തുമ്പോൾ നട്കട്ട് എവിടെയാണ് എത്തിയിരുന്നത്? ഉത്തർ തബ് തക് നട്കട്ട് പോക്കർ തക് ഹി പഹുഞ്ചുതാ ഥാ. അപ്പം നട്കട്ട് എവിടെയാണ് എത്തിയിരുന്നത്? കുളം വരെയാണ് എത്തിയിരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചട്പട്ട് ഭാഗ് തക് പഹുഞ്ചുതാ തബ് തക് നട്കട്ട് കഹാ തക് പഹുഞ്ചുതാ? ചട്പട്ട് പൂന്തോട്ടം വരെ എത്തുമ്പോൾ നട്കട്ട് എവിടെയാണ് എത്തിയിരുന്നത്? ഉത്തർ തബ് തക് നട്കട്ട് ഗേത്ത് തക് ഹി പഹുഞ്ചുതാ ഥാ. അപ്പോൾ നട്കട്ട് എവിടെ വരെയാണ് എത്തിയിരുന്നത്? വയൽ, പാടം വരെയാണ് എത്തിയിരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചട്പട്ട് നദി തക് പഹുഞ്ചുതാ തബ് തക് നട്കട്ട് കഹാ തക് പഹുഞ്ചുതാ? ചട്പട്ട് നദി എത്തുമ്പോൾ, പുഴയുടെ അവിടെ എത്തുമ്പോൾ നട്കട്ട് എവിടെയാണ് എത്തിയിരുന്നത്? ഉത്തർ തബ് തക് നട്കട്ട് നാലേ തക് ഹി പഹുഞ്ചുതാ. അപ്പം നട്കട്ട് എവിടെയാണ് എത്തിയിരുന്നത്? തോടിൻ്റെ അവിടെയാണ് എത്തിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, മാ കി ക്യാ ഹിദായത്ത് ഥി? മാ കി ക്യാ ഹിദായത്ത് ഥി? അമ്മയുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിനൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഉത്തർ മാ കി ഹിദായത്ത് ഥി കി ചട്പട്ട് കോ നട്കട്ട് കാ ധ്യാൻ രഖ്നാ ഹെ ഓർ ഉസേ അപ്നെ സാത്ത് രഖ്നാ ഹെ? അപ്പം അമ്മയുടെ ഉപദേശം അല്ലെങ്കിൽ അമ്മയുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? ചട്പട്ട് നട്കട്ടിനെ നന്നായിട്ട് ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ഒപ്പം കൂടെ കൊണ്ടു നടക്കാനുമാണ് അമ്മയുടെ ഇൻസ്ട്രക്ഷൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചട്പട്ട് കോ നട്കട്ട് കെ ലിയെ ക്യാ കർനാ പഡ്താ ഥാ? ചട്പട്ട് നട്കട്ടിന് വേണ്ടി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തർ ചട്പട്ട് കോ ബാർ ബാർ റുക്ക് കർ നട്കട്ട് കാ ഇന്തസാർ കർനാ പഡ്താ ഥാ. ചട്പട്ടിന് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി നട്കട്ടിനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഓർ ജൽദി ചലനെ കെ ലിയെ ഥാ.
പെട്ടെന്ന് നടക്കാൻ പറയേണ്ട ഒരു അവസ്ഥയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോനെ പർ ചട്പട്ട് ക്യാ കർത്താ ഥാ? സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ലേറ്റ് ആവുമ്പോൾ ചട്പട്ട് എന്താണ് ചെയ്തിരുന്നത്? ഉത്തർ, ഝട്പട്ട് നട്കട്ട് കാ ഹാത്ത് പക്കഡ് കർ ഉസേ ദൗഡാത്താ ഥാ. ചട്പട്ട് നട്കട്ടിൻ്റെ കൈ പിടിച്ച് കൂടെ ഓടിക്കുമായിരുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഝട്പട്ട് കിസസെ ഷിക്കായത്ത് കർത്താ ഥാ? ഝട്പട്ട് ആരോടാണ് ഷിക്കായത്ത് പരാതി പറഞ്ഞിരുന്നത്? ഉത്തർ, ഝട്പട്ട് മാസെ ഷിക്കായത്ത് കർത്താ ഥാ. ഝട്പട്ട് അമ്മയോടാണ് പരാതി പറഞ്ഞിരുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, മാ ഝട്പട്ട് കി ഷിക്കായത്ത് പർ ക്യാ കഹ്തി ഥി? ഝട്പട്ടിൻ്റെ പരാതിയിൽ അമ്മ എന്താണ് അവനോട് തിരിച്ചു പറഞ്ഞിരുന്നത്? മാ കഹ്തി ഥി, അമ്മ പറഞ്ഞിരുന്നു, ഛോട്ടാ ഹേന, അവൻ ചെറുതല്ലേ, ഓർ ബഡേ കോ തോ ചോട്ടേക്ക് ധ്യാൻ റഖ്നാ ഹി പഡ്താ ഹെ. വലിയ ആളല്ലേ ചെറിയ ആളെ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഝട്പട്ട് നട്കട്ട് കോ കൈസെ സമജ്താ ഥാ? അടുത്ത ക്വസ്റ്റ്യൻ, ഝട്പട്ട് നട്കട്ട് കോ കൈസെ സമജ്താ ഥാ? 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഝട്പട്ട് നട്കട്ടിനെ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരുന്നത്? ഉത്തർ, ഝട്പട്ട് കോ ലഗ്താ ഥാ കി നട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്കട്ട് ഹെ. ഝട്പട്ട് മനസ്സിലാക്കി വെച്ചിരുന്നത് അല്ലെങ്കിൽ കരുതിയിരുന്നത് എന്താണ്? നട്കട്ട് കുറച്ചും കൂടി വികൃതിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, നട്കട്ട് പോക്കർ കെ പാസ് ക്യാ കർത്താ ഥാ? നട്കട്ട് ആ കുളത്തിൻ്റെ അടുത്ത് എന്താണ് ചെയ്തിരുന്നത്? ഉത്തർ, നട്കട്ട് പോക്കർ കെ പാനിമേം മച്ഛലിയാ ഓർ ബത്കേം ദേഖ്താ ഥാ. നട്കട്ട് എന്താണ് ചെയ്തിരുന്നത്? കുളത്തിൻ്റെ അരികിൽ വെള്ളത്തിൽ മീനുകളെയും അതുപോലെ താറാവിനെയും നോക്കിയിരുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബർഗദ് കെ പാസ് നട്കട്ട് ക്യാ കർത്താ ഥാ? ബർഗദിൻ്റെ അടുത്ത്, വടവൃക്ഷത്തിൻ്റെ അടുത്ത് അവൻ എന്താണ് ചെയ്തിരുന്നത്? ഉത്തർ, ബർഗദ് കി ജഡോം സെ ഝൂൽത്താ ഥാ. ബർഗദ് വൃക്ഷത്തിൻ്റെ വേരുകളിൽ ഊഞ്ഞാലാടിയിരുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഗേത്ത് മേ നട്കട്ട് ക്യാ കർത്താ ഥാ? വയലിൽ അവൻ എന്താണ് ചെയ്തിരുന്നത്? ഉത്തർ, ഗേത്ത് മേ ഖാനെ കി കൊയ് ചീസ് ഗോജ്താ ഥാ. വയലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞിരുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ, ബാഗ് മേ നട്കട്ട് ക്യാ കർത്താ ഥാ? പൂന്തോട്ടത്തിൽ നട്കട്ട് എന്താണ് ചെയ്തിരുന്നത്? ഉത്തർ, ബാഗ് മേ ആം യാ അമ്രൂദ് തോಡ್ತಾ ഥാ. പൂന്തോട്ടത്തിൽ ചെന്നിട്ട് മാങ്ങയും അതുപോലെ തന്നെ പേരയ്ക്കും ഒക്കെ പൊട്ടിക്കുമായിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ, നാലേ കെ പാസ് നട്കട്ട് ക്യാ കർത്താ ഥാ? തോടിൻ്റെ അടുത്ത് അവൻ എന്താണ് ചെയ്തിരുന്നത്? നാലേക്കെ ചലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽത്താ ഥാ. നാലയുടെ അടുത്ത തോട്ടിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരുന്നിരുന്നു. 24ാമത്തെ ക്വസ്റ്റ്യൻ, നദിക്ക് പുൽക്കോ നട്കട്ട് കൈസെ പാർ കർത്താ ഥാ? നദിയുടെ പാലം നട്കട്ട് എങ്ങനെയാണ് ക്രോസ് ചെയ്തിരുന്നത്? ഉത്തർ, നദിക്ക് പുൽക്കി മുണ്ടേർ സെ ടിക്കക്കർ നീച്ചെ ബഹത്തി നദിക്കോ നിഹാർത്താ ഥാ. അവൻ എന്താണ് ചെയ്തിരുന്നത്? നദിയുടെ പാലത്തിൻ്റെ ആ കൈവരിയൊക്കെ പിടിച്ചിട്ട് ആ ഒഴുകി പോകുന്ന നദിയെ നോക്കിക്കൊണ്ടിരുന്നിരുന്നു. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഏക് ദിൻ നട്കട്ട് നെ ക്യാ കിയ? ഒരു ദിവസം നട്കട്ട് എന്താണ് ചെയ്തത്? ഉത്തർ, ഏക് ദിൻ നട്കട്ട് പുൽ പർ ചढ़ने के बजाय नदी के किनारे गया और कागज़ की नावें पानी में बहाई. ഒരു ദിവസം നട്കട്ട് പാലത്തിൽ നിന്നും പാലം കയറുന്നതിന് പകരം അവൻ എന്ത് ചെയ്തു? നദിയുടെ അടുത്ത് പോയിട്ട്, പുഴയുടെ അടുത്ത് പോയിട്ട് കടലാസിൻ്റെ തോണിയൊക്കെ പുഴയിൽ വെള്ളത്തിൽ ഒഴുക്കി കളിച്ചു. 26ാമത്തെ ക്വസ്റ്റ്യൻ, നട്കട്ട് കെ നദിക്ക് കിനാരെ ജാനെ പർ ക്യാ ഹുവ? നട്കട്ട് നദിയുടെ അടുത്ത് പോയിട്ട് എന്താണ് ചെയ്തത്? നട്കട്ട് കാ പയർ ഫിസല ഓർ വഹ് പാനി മേ ഗിർ പട. നട്കട്ടിൻ്റെ കാലെന്താണ് അവിടെ സ്ലിപ്പാവുകയും വെള്ളത്തിൽ വീഴുകയും ചെയ്തു. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഝട്പട്ടിനെ നട്കട്ട് കോ കൈസെ ബച്ചായ? ഝട്പട്ട് നട്കട്ടിനെ എങ്ങനെയാണ് രക്ഷിച്ചത്? ഉത്തർ, ഝട്പട്ടിനെ നദി മേം ഖൂദ് കർ തൈരത്തെ ഹുയെ നട്കട്ട് കോ പക്കഡ് ലിയ ഓർ കിനാരെ പർ ലേ ആയ. ഝട്പട്ട് നദിയിൽ ഒഴുകിപ്പോയിരുന്ന നദിയിൽ ചാടിയിട്ട് നീന്തിയിട്ട് നട്കട്ടിനെ പിടിച്ചു, എന്നിട്ട് നദിയുടെ തീരത്ത് അടുപ്പിച്ചു. 28ാമത്തെ ക്വസ്റ്റ്യൻ, നട്കട്ട് കോ ക്യാ ഡർത്താ ഥാ? നട്കട്ട് എന്തിനെയാണ് പേടിച്ചിരുന്നത്? ഉത്തർ, നട്കട്ട് കോ ഡർത്താ കി ഝട്പട്ട് ഘർ ജാക്കർ മാ സെ ഉസ്കി ശിക്കായത്ത് കരേഗ. നട്കട്ട് പേടിച്ചിരുന്നത് ഝട്പട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഇത് പരാതിപ്പെടും എന്നാണ് അവൻ ഭയന്നിരുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഝട്പട്ടിനെ നട്കട്ട് കോ ക്യാ സിക്കാനെ കാ വാദാ കിയ? ഝട്പട്ട് നട്കട്ടിനെ എന്ത് പഠിപ്പിക്കാനാണ് വാക്ക് കൊടുത്തത്?
झटपट ने नटखट को कागज़ की नाव बनाना और तैरना सिखाने का वादा किया. झटपट നട്ട്കട്ടിനെ തോണി ഉണ്ടാക്കാനും അതുപോലെ നീന്താൻ പഠിപ്പിക്കാനും ആണ് വാഗ്ദാനം ചെയ്തത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഭീഗെ കപ്പടെ സുഖാനെ കെ ലിയെ ഉന്നെ ക്യാ കിയ. നനഞ്ഞ വസ്ത്രം ഉണക്കാൻ അവരെന്താണ് ചെയ്തത്? ഉത്തർ, ഉനോനെ ദൗഡ് ലഗാക്കർ അപ്പനെ കപ്പടെ സുഖായി. ഓടിയിട്ട്, വേഗത്തിൽ ഓടിയിട്ടാണ് അവർ ആ വസ്ത്രം ഉണക്കിയത്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ദൗഡ്ത്തെ സമയ വേ കിൻ ചീസോം കോ പാർ കർ ഗയെ. അവർ ഓടിയ സമയത്ത് ഏതൊക്കെ വസ്തുക്കളെയാണ് അവർ ക്രോസ് ചെയ്തത്? ഉത്തർ, ദൗഡ്ത്തെ സമയ വേ നാല ബാഗ് ഗേത്ത് ഓർ ബർഗദ് കോ പാർ കർ ഗയെ. 32ാമത്തെ ക്വസ്റ്റ്യൻ, झटपट और नटखट की दौड़ कहाँ पर रुकी. झटपटिൻ്റെയും നട്ട്കട്ടിൻ്റെ ഓട്ടം എവിടെയാണ് അവർ നിർത്തിയത്? ഉത്തർ, झटपट और नटखट की दौड़ പോക്കർ തക്ക് പहुंचते रुकी. കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അവർ നിന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദൗഡ് ലഗത്തെ സമയം झटपट और नटखट कैसे थे. അവർ ഓടിയ സമയം झटपटും നട്ട്കട്ടും എങ്ങനെയായിരുന്നു? ഉത്തർ, ദൗഡ് ലഗത്തെ സമയം വേ ഏക് ദൂസരെ കാ ഹാത്ത് പക്കഡ് മസേ മേ ദൗഡ് രഹേ തെ. അവർ ഒരുമിച്ച് കൈപിടിച്ച് തമാശയോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് ഓടിയിരുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, झटपट ने पोकर के पास क्या किया. झटपट കുളത്തിൻ്റെ അടുത്ത് എന്താണ് ചെയ്തത്? ഉത്തർ, झटपट ने पोकर के पास गिट्टी उठाकर पानी में फेंकी लेकिन गिट्टी सीधे पानी में डूब गई. झटपट പോക്കറിന് കുളത്തിന് നേരെ ഒരു ഉരുളങ്കല്ലെടുത്തിട്ട് എറിയുകയും അത് നേരെ വെള്ളത്തിലോട്ട് വീഴുകയും ചെയ്തു. 35ാമത്തെ ക്വസ്റ്റ്യൻ, നട്ട്കട്ടിനെ झटपट को क्या सिखाया. നട്ട്കട്ട് झटपटिനെ എന്താണ് പഠിപ്പിച്ചത്? ഉത്തർ, നട്ട്കട്ടിനെ झटपट को सही गिट्टी चुनकर उसे सही तरीके से पानी में फेंकने का तरीका सिखाया. നട്ട്കട്ട് झटपटिനെ ശരിയായ രീതിയിൽ ഉരുളങ്കല്ല് എടുത്തിട്ട് വെള്ളത്തിലോട്ട് എറിയാനും അത് കറക്റ്റായിട്ട് അവിടെ കൊള്ളിക്കാനാണ് പഠിപ്പിച്ചത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, നട്ട്കട്ടിനെ ഗിട്ടി കൈസേ ഫേങ്കി. നട്ട്കട്ട് എങ്ങനെയാണ് ആ ഗിട്ടി എറിഞ്ഞത്? उत्तर, नटखट ने गिट्टी को तिरछे होकर इस तरह फेंका कि गिट्टी पानी सतह पर उछलती हुई दूर तक चली. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, झटपट ने नटखट से क्या सिखाने के लिए कहा. झटपट നട്ട്കട്ടിനെ എന്താണ് പഠിപ്പിച്ചത്? उत्तर, झटपट ने नटखट की गिट्टी പൈറാന സിക്കാനെ കെ ലിയെ കഹ. झटपटिനെ നട്ട്കട്ട് എന്താണ് ഗിട്ടി കറക്റ്റായിട്ട് എറിയാനാണ് പഠിപ്പിച്ചത്. പ്രശ്നം 38ാമത്തെ ക്വസ്റ്റ്യൻ, നട്ട്കട്ടിനെ झटपट को गिट्टी पैराने कैसे सिखाया. उत्तर, नटखट ने झटपट को हल्की और चिकनी गिट्टी चुनकर उसे तिरछे फेंकने का तरीका सिखाया. അടുത്ത 39, झटपट का ध्यान किस पर बंट गया. झटपटिൻ്റെ ശ്രദ്ധ എങ്ങടാണ് തിരിഞ്ഞത്? ഉത്തർ, झटपट का ध्यान पोकर के पानी तैरती बदकें पर बंट गया. झटपटिൻ്റെ ശ്രദ്ധ കുളത്തിൽ നീന്തി കളിക്കുന്ന താറാവിനെയാണ് ശ്രദ്ധിച്ചത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, കഹാനി കാ അന്ത് കിസ് തരഹ് ഹുവ. സ്റ്റോറിയുടെ അന്ത് എൻഡിങ് എങ്ങനെയായിരുന്നു? ഉത്തർ, കഹാനി കാ അന്ത് झटपट और नटखट एक दूसरे के हाथ पकड़ हंसते खेलते घर लौट से हुआ. അവർ നട്ട്കട്ടും झटपटും കൈയൊക്കെ പിടിച്ച് ചിരിച്ച് കളിച്ചാണ് വീട്ടിലോട്ട് മടങ്ങിയത്. അടുത്തത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, झटपट और नटखट की उम्र में कितना अंतर था. झटपട്ടും നട്ട്കട്ടിൻ്റെയും ഏജ് തമ്മിൽ എത്ര വ്യത്യാസമുണ്ടായിരുന്നു? उत्तर, झटपट और नटखट की उम्र में 2 साल का अंतर था. झटपट बड़ा था और नटखट छोटा. അവരുടെ വയസ്സുകൾ 2 വയസ്സിനായിരുന്നു അവർ വ്യത്യാസം ഉണ്ടായിരുന്നത്. झटपट വലുതും നട്ട്കട്ട് ചെറുതുമായിരുന്നു. പ്രശ്നം ധോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ ജാനെ കെ രാസ്തേ में झटपट और नटखट को कौन सी चीज़ें मिलती थी. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കണ്ടത്? स्कूल जाने के रास्ते में झटपट और नटखट को पोकर बरगद गेत बाग नाला और नदी मिलते थे. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ, माने झटपट को कौन सी हिदायत थी. उत्तर, माने झटपट को हिदायत दी कि उसे छोटे भाई नटखट का ध्यान रखना और उसे अपने साथ रखना है. 4th क्वेश्चन, झटपट नटखट का ध्यान कैसे रखता था. उत्तर, झटपट बार बार रुककर नटखट का इंतज़ार करता था, उसे पुकारकर जल्दी चलने के लिए कहता था और कभी कभी नटखट का हाथ पकड़कर दौड़ा था. 5th क्वेश्चन, नटखट रास्ते में किन किन चीज़ों में रुचि लेता था. उत्तर, नटखट पोकर के पानी की मछलियों और बतखों को देखता, बरगद की जड़ों से छूलता
खेत में खाने की चीज़ें गोचता, बाग से फल तोड़ता, नाले को छलांग लगाकर पार करता और पुल की मुंडेर से टिककर नीचे ബഹത്തി നദിക്കോ നിഹാർത്താഥ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നെറ്റ്കട്ട് ആ വഴിയിൽ വെച്ചിട്ട് ഒക്കെ ചെയ്തത്, അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, नदी के पुल नटखट ने क्या किया और उसका परिणाम क्या हुआ. उत्तर, नदी के पुल पर नटखट नीचे उतरकर नदी के किनारे गया और कागज़ की नावें पानी में बहाने लगा. उसका पैर फिसल गया और वह पानी में गिर पड़ा. ഏഴാമത്തെ क्वेश्चन, झटपट ने नटखट को कैसे बचाया. उत्तर, झटपट ने अपने बस्ते को पुल की मुंडेर पर रखा और नदी में कूदकर तैरते हुए नटखट को पकड़ लिया और किनारे पर ले आया. एटामത്തെ क्वेश्चन, नटखट को क्या डर था और उसने झटपट से क्या वादा लिया. उत्तर, नटखट को डरता था कि झटपट घर जाकर माँ से उसकी शिकायत करेगा. उसने झटपट से वादा लिया कि यह कागज़ की नाव बनाना और तैरना सिखाएगा. ഒമ്പതാമത്തെ क्वेश्चन, झटपट और नटखट ने भीगे कपड़े कैसे सुखाए. उत्तर, झटपट और नटखट ने दौड़ लगाकर अपने भीगे कपड़े सुखाए. पतामത്തെ क्वेश्चन, दौड़ लगाते समय झटपट और नटखट ने रास्ते में किन किन चीज़ों को पार किया. उत्तर, दौड़ लगाते समय झटपट और नटखट ने नाला, बाग, गेत और बरगाद को पार किया और പോക്കർ തക്ക് പहुँचते थक गए. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 50 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ധന്യവാദ്.